ഏതൊക്കെ മീം കോയിൻസിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഏതൊക്കെ മീം കോയിൻസ് ആണ് ഞാൻ നിലവിൽ ഹോൾഡ് ചെയ്യുന്നത്? ഏതൊക്കെ മീം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ ലാഭം കിട്ടും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആസ്ക് മീ എനിത്തിങ് സ്റ്റോറി ഇട്ടാലും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അത് കാരണം കൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന കംപ്ലീറ്റ് മീം കോയിൻ പോർട്ട്ഫോളിയോനെ കുറിച്ചിട്ടാണ്. സോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസ്ക്ലൈമർ ഉണ്ട്. അതായത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കലും ആരും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഹൈ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഒരു എമൗണ്ട് മാത്രമായിരിക്കണം ഇത്തരത്തിലുള്ള ഹൈ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് എൻ്റെ ഓവറോൾ പോർട്ട്ഫോളിയോൻ്റെ വളരെ ചെറിയ ഒരു അലോക്കേഷൻ മാത്രമാണ്. ഈ പൈസ കംപ്ലീറ്റ് ആയിട്ട് പോയാലും എൻ്റെ ഓവറോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ അത് യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. സോ നിങ്ങളും ഇൻ കേസ് ഈ ടോക്കണുകളിൽ ഏതിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ നിങ്ങളുടെ റിസ്ക്കും കാര്യങ്ങളും നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന ടോക്കണുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഫോർ മേക്കിംഗ് മണി എന്നുള്ള ഒരേ ഒരു മോട്ടീവിനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന എന്തെങ്കിലും ഒരു പ്രോമിസോ കാര്യങ്ങളിനെയോ ബേസ് ചെയ്തിട്ടോ അല്ല. അതായത് നമ്മൾ ഈ പറയുന്ന ടോക്കണുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും ഒരു പ്രോമിസിനെ ബേസ് ചെയ്തിട്ടല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ടോക്കണുകളെല്ലാം നാളെ ഭാവിയിൽ എന്തെങ്കിലും ഒരു സംഭവം ആവും എന്നോ അല്ലെങ്കിൽ നിലവിലുള്ള ട്രഡീഷണൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ് എന്നോ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ഓവർടേക്ക് ചെയ്യും എന്നോ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള പ്രോമിസിനെയും ബേസ് ചെയ്തിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഒരു വാല്യുവേഷനെയും ബേസ് ചെയ്യാതെ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് കോൾഡ് ഗ്രേറ്റർ ഫൂൾ തിയറി. അതായത് ഈ പറയുന്ന ടോക്കണുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു ട്രെൻഡ് റൈഡ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതായത് ഒരു വാല്യുവേഷനോ ഒരു ഫണ്ടമെൻ്റൽസോ ഒന്നും നോക്കാതെ നാളെ ഭാവിയിൽ നമ്മളെക്കാളും വലിയൊരു ഫൂൾ ഈ ഒരു ടോക്കൺ നമ്മൾ കൊടുത്ത വിലയിൽ കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കും, അപ്പം നമുക്കിത് സെല്ല് ചെയ്യാം എന്നുള്ള ഒരു അസംഷനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഈ ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രത്യേകിച്ചുള്ള വേറെ ഒരു പ്രോമിസിനെയും ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വൈ മീം കോയിൻസ്? കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ് കോയിൻ്റെ ഇയർ ടു ഡേറ്റ് റിട്ടേണിന് ഔട്ട് പെർഫോം ചെയ്യുന്ന അതിനേക്കാളും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന ടോക്കണുകളിൽ ഏറ്റവും കൂടുതൽ ഡൊമിനേറ്റ് ചെയ്യുന്നത് മീം കോയിൻസ് കാറ്റഗറിയിലുള്ള ടോക്കണുകളാണ്. 28.4% ടോക്കണും മീം കോയിൻസുകളാണ്. അതായത് 81 ടോക്കണുകളിൽ 23 ടോക്കണുകളും മീം കോയിൻസാണ്. ഇതേ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ ഇയർ ടു ഡേറ്റ് റിട്ടേൺ 126% ആണ്. അല്ലെ, 126% റിട്ടേണിന് മുകളിൽ YTD ടേംസിൽ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 146 ടോക്കണുകൾ ബിറ്റ് കോയിനേക്കാളും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 146 ടോക്കണുകളിൽ നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മീം കോയിൻസ് ഫിൽട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 45 ടോക്കണുകളും മീം കോയിൻസ് ആണ്. അതായത് മോർ ദാൻ 30% ടോക്കണുകളും മീം കോയിൻസ് ആണ് ബിറ്റ് കോയിനെ ഔട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു നരേറ്റീവാണ് മീം കോയിൻസ്. ഇപ്പോൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ടോപ്പ് 100 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1-2 മീം കോയിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10-15 കൂടുതൽ മീം കോയിൻസ് അവൈലബിൾ ആണ്. വളരെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു നരേറ്റീവാണ് മീം കോയിൻസ്. അത് കാരണം കൊണ്ടാണ് നമ്മൾ മീം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മീം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. സോ എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ടോക്കൺ നാളെ $1 ആവോ $10 ആവോ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ആവോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണ വേണം. സോ എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ക്രിപ്റ്റോ കറൻസിൻ്റെ ടോട്ടൽ വിപണി മൂല്യത്തിനെയാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ക്രിപ്റ്റോ കറൻസിൻ്റെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിലവിൽ ബിറ്റ് കോയിൻ്റെ ടോട്ടൽ വിപണി മൂല്യം $1.9 ട്രില്യൺ ആണ്. അതായത് ഇപ്പോൾ നിലവിലുള്ള ബിറ്റ് കോയിൻ്റെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ 19 മില്യൺ ടൈംസ് 100,000 ചെയ്യുമ്പോഴാണ് നമുക്ക് $1.9 ട്രില്യൺ കിട്ടുക. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ടോക്കൺ $1 ആവും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ $1 മൾട്ടിപ്ലൈഡ് ബൈ ആ ഒരു പർട്ടിക്കുലർ ക്രിപ്റ്റോ കറൻസിൻ്റെ
ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു ഫിഗർ ഇപ്പോൾ ഇൻ കേസ് ബിറ്റ്കോയിനേക്കാളും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളൊരു ഫിഗറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള മീം കോയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോജ് കോയിൻ ആണ്. ഡോജ് കോയിൻ്റെ ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $66 ബില്യൺ ആണ്. ഓക്കെ, അപ്പോൾ $66 ബില്യൺ $1.9 ട്രില്യൺ ഒക്കെ എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ $66 ബില്യൺ ആണ് നമ്മൾ മാക്സിമം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു മീം കോയിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഈവൻ ഇൻ കേസ് അത് ഡോജ് കോയിനെ ഓവർടേക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്താണ് $1 മില്യൺ എന്ന് പറയുന്നത് $10 ലക്ഷം $1 മില്യൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ $1 മില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു മീം കോയിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് 100 മില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എത്ര ഇരട്ടിയായി? 100 ഇരട്ടിയായി. അതായത് 1000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് 100 ഇരട്ടിയായി എന്നുണ്ടെങ്കിൽ എത്രയായി? 1 ലക്ഷം ആയി അല്ലേ. അതേപോലെ $1 മില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളൊരു കോയിനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് $1 ബില്യൺ ആയി എന്നുണ്ടെങ്കിലോ അത് 1000 ഇരട്ടി കൂടി അല്ലേ. അതായത് 100 മില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഉള്ളൊരു ടോക്കണിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് 1 ബില്യണിലോട്ട് എത്തിയെന്നുണ്ടെങ്കിൽ 10 ഇരട്ടി കൂടി. ഇനി 1 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു മീം കോയിനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഡോജ് കോയിൻ്റെ അതേ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോട് എത്തിയെന്നുണ്ടെങ്കിൽ 66 ഇരട്ടി കൂടി. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം ചെറിയ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു മീം കോയിനിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രത്തോളം അത് റിസ്ക്കിയാണ്, അത്രത്തോളം അതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റിയും കുറവാണ്, അത്രത്തോളം അതിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലും കൂടുതലാണ്. അപ്പോൾ 1 മില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള മീം കോയിൻസ്, ആയിരക്കണക്കിന് മീം കോയിൻസ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മീം കോയിൻസ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നും ഒരു മീം കോയിൻ നിങ്ങൾ പിക്ക് ചെയ്യുന്നത് ലോട്ടറി എടുക്കുന്നത് പോലെയാണ്. അത് കാരണം കൊണ്ടാണ് അതിൻ്റെ പ്രോബബിലിറ്റി കുറവാണ് എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ഒരു 100 മില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലുള്ള ഒരു ടോക്കണാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ അപ്പോൾ 100 മില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള മീം കോയിൻ നിങ്ങൾ ഫിൽട്ടർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10-25 മീം കോയിൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഒരു 1 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു മീം കോയിൻ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 മീം കോയിൻസിൽ താഴെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ എത്രത്തോളം വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണോ അത്രത്തോളം വിന്നിങ് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും, അപ്സൈഡ് പൊട്ടൻഷ്യൽ കുറവായിരിക്കും, പക്ഷേ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. പക്ഷേ ഏറ്റവും ചെറിയ മീം കോയിൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക്കും വിന്നിങ് പ്രോബബിലിറ്റിയും എല്ലാം പ്രോബബിലിറ്റി കുറവാണ്, റിസ്ക് കൂടുതലാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത കുറച്ച് മീം കോയിൻസ് ഉണ്ടായിരുന്നു, ബോങ്ക്, പോപ്കാറ്റ്, ബോം, മോഗ്, ബ്രെറ്റ്. അപ്പോൾ ഈ ഒരു മീം കോയിൻസിലൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടി. ഇപ്പോൾ 151% മോഗ് കൂടി, ബൂപ്പ് 165% കൂടി, ബ്രെറ്റ് 115% കൂടി, ബോങ്ക് ഓൾമോസ്റ്റ് എല്ലാ ടോക്കണുകളും 100% മുകളിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ടോക്കണുകളെല്ലാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ലെയർ 1 ലെയർ 2 ബ്ലോക്ക് ചെയിനിലോട്ട് എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 3-4 ടോക്കണുകളിലാണ്, ഈ 3-4 ബ്ലോക്ക് ചെയിനിലാണ് ഞാൻ കൂടുതൽ ബുള്ളിഷ് ആയിട്ടുള്ളത്. സുയി, സൊലാന, ആർബിട്രം, ഓപ്റ്റിമിസം. സുയി, സൊലാന എന്ന് പറയുന്നത് നോൺ ഈവൻ ബ്ലോക്ക് ചെയിനുകളാണ്. അതേപോലെ തന്നെ ഇത്തേറിയത്തിൻ്റെ ലെയർ 2 ബ്ലോക്ക് ചെയിനുകളാണ് ആർബിട്രം, ഓപ്റ്റിമിസം. അത് കാരണം തന്നെ ഇത്തേറിയം മുകളിലോട്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കൂടുതൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ളത് ആർബിട്രം, ഓപ്റ്റിമിസത്തിലാണ്. അപ്പോൾ ഇതേ ഒരു എക്കോസിസ്റ്റത്തിൽ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും, ഇതേ ഒരു എക്കോസിസ്റ്റത്തിലുള്ള ടോക്കണുകൾ തന്നെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതും. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിനിലോട്ട് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ 4 റീറ്റെയിൽ ബ്ലോക്ക് ചെയിനിൽ, അതായത് ഏറ്റവും കൂടുതൽ റീറ്റെയിൽ അഡോപ്ഷനുള്ള ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സൊലാനയിലുള്ള മീം കോയിൻസ് ആണ് ബുക്ക് ഓഫ് മീം, പോപ്കാറ്റ്, ബോങ്ക്. ഇത്തേരിയത്തിലുള്ള മീം കോയിൻസ് ആണ് മോഗ്, SPX, നീറോ. അതേപോലെ തന്നെ ആർബിട്രത്തിലെ ലീഡിങ് മീം കോയിൻസ് ആണ് ബൂപ്പ്. ബേസിലെ ലീഡിങ് മീം കോയിൻ ആണ് ബ്രെറ്റ്. അതേപോലെ തന്നെ അപ്കമിങ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് സുയി. സുയിലുള്ള മീം കോയിൻസ് ആണ് ബ്ലബ്, ഹിപ്പോ, പ്ലോപ്പ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം നടക്കുന്നത് സൊലാനയിലാണ്. ഏകദേശം $3.67 ബില്യൺ ആണ്. വെറും മീം കോയിൻസ് ട്രേഡിംഗ് ആണ് സൊലാനയിൽ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത്തേരിയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മീം കോയിൻസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. $1.67 ബില്യൺ വോളിയം നടക്കുന്നുണ്ട്. ലീഡിംഗ് മീം കോയിൻസ് പെപ്പെ, ഷിബ ഇന്നു പോലുള്ള ടോക്കണുകളാണ്. ആർബിട്രത്തിലാണെന്നുണ്ടെങ്കിൽ വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 484 മില്യൺ. ബേസിലാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം $1.2 ബില്യൺ വോളിയം നടക്കുന്നുണ്ട്. ബേസിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള മീം കോയിൻ ബ്രെറ്റാണ്. ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ടുള്ള മീം കോയിൻ ബ്രെറ്റാണ്. അതുപോലെ തന്നെ ആർബിട്രത്തിലാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതും ഏറ്റവും കൂടുതൽ
ലീഡിംഗ് ആയിട്ടുള്ള ഒരു മീം കോയിൻ ബൂപ്പാണ്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ടോക്കൺ ഇവിടെ ഫിൽട്ടർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. 6,66,000 ആണ് ലിക്വിഡിറ്റി. $15 മില്യൺ ആണ് ബൂപ്പിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഈ ടോക്കണുകളൊക്കെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീം കോയിൻ പോർട്ട്ഫോളിയോ, എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $6,765 ഇപ്പോൾ നിലവിൽ വാല്യൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മീം കോയിൻ ബൂപ്പാണ് ആർബിട്രത്തിലുള്ളത്. ഏകദേശം 15 ഇരട്ടി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോഗിൽ 161%, SPX 20%. ഇതിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ്. അതായത് മാക്സിമം ഒരു $300 $400 ഒക്കെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഡിസ്ക്ലൈമർ പറഞ്ഞത്. അതായത് ഈ പറയുന്ന പൈസ പോയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു എമൗണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ലോസിലുള്ള ഒരേ ഒരു ടോക്കൺ സുയിലുള്ള പ്ലോപ്പ് എന്നുള്ളൊരു ടോക്കൺ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മീം കോയിൻസ്. ഇതിൽ ബ്രെറ്റ് മാത്രം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, ബാക്കിയില്ല. ഈ ലിസ്റ്റിലുള്ള ബ്രെറ്റ് മാത്രം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, ബാക്കി എല്ലാ ടോക്കണുകളിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ടോക്കണുകൾ എവിടെ വാങ്ങിക്കാം? ഓക്കെ, ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പോൾ മോഗാണെന്നുണ്ടെങ്കിൽ കോയിൻ ബേസ്, ഗേറ്റ്, കൂക്കോയിൻ പോലുള്ള എക്സ്ചേഞ്ചിൽ വാങ്ങിക്കാം. സോ ഒട്ടുമിക്ക എല്ലാ മീം കോയിൻസും കൂക്കോയിൻ ഈ പറയുന്ന എക്സ്ചേഞ്ചിലൊക്കെ അവൈലബിൾ ആണ്. ബൈനാൻസിലും പല ടോക്കണുകൾ അവൈലബിൾ ആണ്. സോ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, ഈ പറയുന്ന സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ കൂടെ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡെക്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മീം കോയിൻസ് എല്ലാം യൂണിസ്വാപ്പിലൂടെ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ സുയിലാണെന്നുണ്ടെങ്കിൽ സീറ്റസിലൂടെ വാങ്ങിക്കാൻ പറ്റും. സൊലാന ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഡെക്സ് റേഡിയമാണ്. ഈ ഡെക്സിലൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് എന്താണ് എക്സിറ്റ് സ്ട്രാറ്റജി? ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മൾ ഏത് ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്താലും അത് ഡബിൾ ആയാലും അതിന് 50% സെല് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ സെക്യൂർ ആക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾ വല്ല ബിറ്റ്കോയിനോ അല്ലെങ്കിൽ ബാക്കി സേഫ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള ടോക്കണുകൾ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടോക്കണായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു ബുൾ മാർക്കറ്റ് കഴിയുന്നവരെ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഓരോ ടോക്കണുകളും ഇൻഡിവിജ്വലായിട്ട് വാച്ച് ചെയ്തിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അധികം ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോ 10 ഇരട്ടിയും 15 ഇരട്ടിയും ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ പറയുന്ന എക്കോസിസ്റ്റങ്ങളല്ല, ഇതൊക്കെ ഓരോ എക്കോസിസ്റ്റങ്ങളാണ്. അപ്പോൾ ഇതിലുള്ള ടോക്കണുകളെല്ലാം മുകളിലോട്ട് പോകുന്നത് ഇതിൻ്റെ ലെയർ 1 ബ്ലോക്ക് ചെയിൻ, അതിൻ്റെ യൂട്ടിലിറ്റി ടോക്കൺ മുകളിലോട്ട് പോകുമ്പോഴാണ്. ഇപ്പോൾ സൊലാനയ്ക്ക് അകത്തുള്ള മീം കോയിൻസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നത് സൊലാന എന്നുള്ളൊരു ടോക്കൺ മുകളിലോട്ട് പോകുമ്പോഴാണ്. അതേപോലെ തന്നെ ഇത്തേരിയത്തിനകത്തുള്ള മീം കോയിൻസ് മുകളിലോട്ട് പോകുന്നത് ഇത്തേരിയത്തിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരോ എക്കോസിസ്റ്റങ്ങളാണ്. അപ്പോൾ ഈ എല്ലാ എക്കോസിസ്റ്റം ഒരേപോലെ മുകളിലോട്ട് പോകണം എന്നുമില്ല. നമ്മളിപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10-15 ടോക്കൺ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ പോർട്ട്ഫോളിയോ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 3-4 ടോക്കണുകൾ ചിലപ്പോൾ ഒറ്റയടിക്ക് മുകളിലോട്ട് പോകും, പിന്നെ അത് താഴോട്ട് വരും, ബാക്കിയുള്ള ടോക്കൺ മുകളിലോട്ട് പോകും, പിന്നെ അത് താഴോട്ട് വരും, വേറെയുള്ള ടോക്കണുകൾ മുകളിലോട്ട് പോകും. ഒരേ സമയം എല്ലാ കോയിനുകളും മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോ ഒരു 10 ഇരട്ടിയും 15 ഇരട്ടിയൊക്കെ ആവുന്നത് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇൻഡിവിജ്വലായിട്ടുള്ള ടോക്കണുകൾ മോണിറ്റർ ചെയ്തതിന് ശേഷം അത് കൂടുന്ന സമയത്ത് വിൽക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഡോജ് കോയിൻ്റെ പ്രൈസ് മെയ് 8-ാം തീയതിയാണ് ഓൾ ടൈം ഹൈലോട്ട് എത്തിയത് അല്ലേ. പക്ഷേ അതേസമയം ഷിബ ഇനുവിൻ്റെ പ്രൈസ് ഏകദേശം ഒക്ടോബർ 28-ാം തീയതിയാണ് ഓൾ ടൈം ഹൈലോട്ട് എത്തിയത്. ഇത് രണ്ടും നിങ്ങൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ സമയത്തല്ല വലിയ രീതിയിൽ മുകളിലോട്ട് പോയത്, ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ബുൾ മാർക്കറ്റ് കഴിയുന്നത് വരെയും ഈ 2 ടോക്കൺ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ടോക്കൺ വലിയ രീതിയിൽ മുകളിലോട്ട് പോയി, പക്ഷേ അത് ബിറ്റ്കോയിൻ ഓൾ ടൈം ഹൈലോട്ട് എത്തുമ്പോഴേക്കും വീണ്ടും താഴോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ എൻട്രി എന്നതിലുപരി എക്സിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് നിങ്ങളുടെ ടാർഗറ്റിനനുസരിച്ചിട്ട്, ഇപ്പോൾ ഈ പറയുന്ന ടോക്കണുകൾ, ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ടോക്കൺ മേ ബി ഒരു 5 ടൈംസോ ഒരു 10 ടൈംസൊക്കെ എത്തിയാൽ തന്നെ ചിലപ്പോൾ ഞാനിതൊക്കെ സെല്ല് ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഒരു 100%-ലോട്ട് പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട് ഓവറോൾ പോർട്ട്ഫോളിയോ. അപ്പോൾ ഇതൊക്കെ ഒരു 5 ടൈംസോ അല്ലെങ്കിൽ ഒരു ഈവൻ ഒരു 3-4 ടൈംസൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസ്ക്കും നിങ്ങൾ എത്രയാണ് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് സെല്ല് ആയിരിക്കും എപ്പോഴും നല്ലത്. എപ്പോഴും വലിയൊരു റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ
പിന്നെ അറ്റ് ദി എൻഡ് നിരാശപ്പെടുന്നതിനേക്കാളും നല്ലതാണ് നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ട് അതിലെത്തുമ്പോൾ അത് സെല്ല് ചെയ്യൽ. ഓക്കെ, അപ്പോൾ ഈ ടോക്കണുകളൊക്കെയാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി, ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.